പോകുന്ന ഇടവേളയിലാണ് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. സ്കൂളിലൊക്കെ സബ് ജില്ലാ കലോത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ പകുതിയിലധികം കഴിഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ അടുത്ത് സംഭവിച്ച സംഗതി സൂചിപ്പിക്കുകയാണ്. ഒരിനത്തിന് പങ്കെടുത്ത ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി ഒരിനത്തിന് സ്കൂളിൽ നിന്ന് വിജയിച്ചിട്ടാണ് ഈ സബ് ജില്ലയിലേക്ക് പങ്കെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ വിദ്യാർത്ഥിക്ക് സ്കൂളിൽ നിന്ന് വിജയിയായ സന്തോഷവും സബ് ജില്ലയ്ക്ക് അർഹത നേടിയ സന്തോഷവും ഒക്കെ ഉണ്ട്. ആ നടക്കുന്ന ദിവസം ആ കുട്ടിക്ക് ആ പ്രോഗ്രാം ആ ഇനമായിട്ടില്ല, ആ മത്സരം കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി തയ്യാറെടുത്തിങ്ങനെ പോവുകയാണ്, വേദിയിലേക്ക് എത്തിയിട്ടില്ല. ഈ കുട്ടി ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയ്ക്ക് ആ പരിപാടി നടക്കുന്ന അന്ന് ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോവുകയാണ്. ഒരുക്കവുമായി ബന്ധപ്പെട്ടാണ് പോകുന്ന ഇടവേളയിലാണ് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ആ മത്സരാർത്ഥിക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നതും അങ്ങനെ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ അതിനു മുമ്പായി വിചാരിക്കാത്ത സമയത്ത് ആ വിദ്യാർത്ഥി മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. മരണം നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ നനച്ചിരിക്കാതെ വന്നെത്തുന്ന അതിഥിയാണ് എന്നുള്ളത്. അപ്പോൾ ഏത് സമയത്താണെങ്കിലും നമുക്ക് മരണത്തെ നമ്മൾ പ്രതീക്ഷിക്കുക എന്നുള്ളത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ചില സമയത്തൊക്കെ ആളുകൾക്ക് സംഭവിക്കുക എന്താ വെച്ചാൽ എപ്പോഴും ഭൗതികമായ കാര്യങ്ങളിൽ മാത്രമേ മുഴുകുള്ളൂ, വേറെയുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. അതിനുവേണ്ടി നിൽക്കാതെ ഓടുന്ന ആളുകളാണ് പലപ്പോഴും നമ്മൾ നേരിട്ട് കാണുന്നവരും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ചുറ്റുമൊക്കെ നമ്മൾ കാണുന്നവരങ്ങനെയാണ്. യാത്ര, അതുപോലെ കല്യാണങ്ങൾ, മറ്റുള്ള സന്തോഷകരമായ ഒരുപാട് നിമിഷങ്ങൾ, ഈ നിമിഷങ്ങളിലൊക്കെ എത്രയധികം സന്തോഷമുള്ള അവസരമാവട്ടെ, ആ സമയത്ത് റബ്ബിനെക്കുറിച്ച് ഓർത്തുകൊണ്ട് റബ്ബ് ഇഷ്ടപ്പെട്ട മാതിരി തന്നെ നമ്മളുടെ ആ ഒരു പോക്കാകുമ്പോൾ അതിനിടയ്ക്ക് നമുക്ക് നിശ്ചയിച്ച സമയം വരും. ആ സമയത്തും റബ്ബിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ എന്ത് ചെയ്യാം, റബ്ബിലേക്ക് മടങ്ങാനുള്ളൊരു സൗഭാഗ്യം ലഭിക്കുമെന്നുള്ളത് വലിയ ഒരു ഗുണപാഠം ഉൾക്കൊള്ളേണ്ടത്. പൊതുവെ ഇന്നത്തെ തലമുറ ഇങ്ങനെ ടൂറ് അതുപോലെ ഇങ്ങനെ ജോളിയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആ പോക്കും ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമസ്കാരം ഒഴിവാക്കുന്ന അവസ്ഥ. ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ എത്ര ആളുകൾ നിസ്കാരം ഒഴിവാക്കി അതിനെപ്പറ്റി ശ്രദ്ധയില്ലാതെ, തൊട്ടടുത്ത് പള്ളി ഉണ്ടാവും, അതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, വിദ്യാർത്ഥി കൂട്ടങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചെയ്യുന്നവരുണ്ട് കേട്ടോ. അതെ, അത് കറക്റ്റ് സമയമാകുമ്പോൾ പോയിട്ട് അവനവൻ്റെ കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥനയൊക്കെ ചെയ്ത് നിസ്കരിച്ച് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും എന്ന് വെച്ചാൽ ആളുകൾ അശ്രദ്ധരാകുക എന്നുള്ളത് തന്നെയാണ് ഇത്. കാരണം മതം ഒരു ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ പകർത്തി പോകേണ്ട ഒരു സംഭവമാണ്. അല്ലാതെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രമോ അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം അനുഷ്ഠിക്കേണ്ടതല്ല ഇസ്ലാമിലെ കർമ്മങ്ങൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് പലപ്പോഴും എന്താ വെച്ചാൽ നമ്മൾ സൗകര്യപൂർവ്വം നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് അത് നീട്ടിവെക്കുകയോ അല്ലെങ്കിൽ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ മറന്നു പോവുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിക്കപ്പെട്ട പോലെ പലപ്പോഴും ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ അപകടത്തിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ നമ്മൾ മരണത്തിൻ്റെ സമയം നമുക്കറിയില്ല. ഒരു സൽക്കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്ന സമയത്ത് മരിക്കാനാണ് അനുഗ്രഹം കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതല്ല. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു തെറ്റിലേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അശ്രദ്ധരായിരിക്കുന്ന സമയത്തോ നമ്മളെപ്പോഴും മരണത്തെ ഓർത്താൽ നമുക്ക് കുറച്ചുകൂടി നന്മ ചെയ്യാൻ പറ്റിയിരുന്നു എന്നുള്ളൊരു ഇത് കിട്ടും. ആഖിബത്ത് നന്നാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അല്ലേ. നമ്മളെ ജീവിതത്തിൻ്റെ പര്യവസാനം നന്നാവുക എന്നുള്ളത് പ്രധാനമാണ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. മാത്രമല്ല രണ്ട് കാര്യങ്ങൾ കൂടി, വൽമൗത്തു അദ്നാ മിൻ ശിറാക്കീന അലിഹി എന്നാണ് ഒരു അറബി കവിതയിൽ പറഞ്ഞ വാചകമാണ്. അതായത് മരണം നമ്മുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ നമ്മുടെ അടുത്താണ് എന്നുള്ളതും. ഖുർആൻ്റെ സൂറത്തുൽ മുനാഫിഖൂനിലെ ആയത്ത് വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, ആ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളും ഒരിക്കലും പിന്തിപ്പിക്കുകയേ ഇല്ല എന്നുള്ള വാചകം ഇതിനോട് കൂട്ടിച്ചേർക്കും.